ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ വർക്കൗട്ട് ആവുകയാണോ? ഇതൊക്കെ പഴയ കാലത്തെ പരിപാടിയല്ലേ? ഇതൊക്കെ കണ്ട ആൾക്കാർ വരും. അതെന്താ അങ്ങനെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പരിപാടി ചെയ്താലും പോസ്റ്റർ അത് ഒട്ടിക്കണം, അത് നിർബന്ധ. മാത്രമല്ല ഇത് കണ്ടൊരു 2 പേരും കൂടെ വരുന്നുണ്ടെങ്കിൽ വരട്ടെ. ഇതുകൊണ്ട് 2 പേരും കൂടെ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, നമുക്ക് ഗുണമല്ലേ? ഗുണമാണ്. പിന്നെന്തിന് അളിയാ, നെക്സ്റ്റ് പ്ലേസ്. ഓക്കെ അളിയടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ നമ്മള് കൊടുക്കുന്ന മുറി ചെറുതല്ലേടാ, അത് വർക്കൗട്ട് ആവൂ? എന്തൊരു ചെറിയ മുറി നമ്മൾ അന്തസ്സായിട്ട് പറഞ്ഞിട്ടില്ലേ, സിംഗിൾ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം അല്ലേ വലിയ സംഭവം? എന്ത് അറ്റാച്ച്ഡ് ബാത്റൂം വലിയ സംഭവം അല്ലേ? അറ്റാച്ച്ഡ് ബാത്റൂം വലിയ സംഭവം തന്നെ. അല്ലയോ, ശരിക്കും പറഞ്ഞാ നമ്മുടെ ഒരു രീതി അനുസരിച്ചിട്ട് നമ്മളൊരു വണ്ടി വിളിച്ച് സ്പീക്കറും വെച്ച് കേട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതാണ്. പാറമട ഹോം സ്റ്റേ, പാറമട ഹോം സ്റ്റേ, പാറമട ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട്. ആ രീതി നമുക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. അടുത്തന്നെ വിളിക്കല്ലേ? അടുത്തന്നെ വിളിക്കാം. അടുത്തന്നെ വിളിക്കാം. ഓക്കെ, നോക്കുമ്പോ അവിടുന്ന് വരുന്നവർക്കും കാണാം, ഇവിടുന്ന് വരുന്നവർക്കും കാണാം. ഓക്കെ അല്ലേ? എന്തോ പോസ്റ്റർ ഒട്ടിക്കണേ. പോസ്റ്ററാ? എന്തിന്റെ? നീ എവിടെ പോണത്? കല്യാണത്തിന് പോണു. കല്യാണത്തിനാ? ഏത് കല്യാണം? പാലാരട്ടത് ഒരു കൂട്ടുകാരനെ. സദ്യയാണോ? അല്ല, ഓനാ. ഞാനിവിടെ പറഞ്ഞാ എന്നെ വിളിച്ചിട്ടില്ല. ഇന്നലെ ഒരു കമ്പനിക്കാരൻ ഞാൻ അവിടെ നിന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞാ നാളെ കല്യാണം ഉണ്ടെന്ന്. അവനെ വിളിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ഒരുങ്ങി കെട്ടി പോവാണ്. നാണം കൊണ്ടാടാ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോവാനായിട്ട്. നമ്മളവിടൊക്കെ അങ്ങനെയാ. ഇത്ര ആൾക്കാർ വരണം, ആരെയും എന്നെ തിരിച്ചറിയാവോ? ഇത് എന്തിന്റെ പോസ്റ്റാ? ഞങ്ങള് ഒരു ഹോം പറയാൻ പറ്റൂ, നമ്മളൊരു ഹോം സ്റ്റേ തുടങ്ങി. നോക്ക്, കൊള്ളാല, സൂപ്പറല്ലേ? ഇതെന്നാ തുടങ്ങണേ? അത് നമ്മള് തുടങ്ങി കഴിഞ്ഞു. ആണാ? പിന്നെ എപ്പോ വന്നാലും റൂം ഉണ്ട് സ്റ്റേ. ഞാൻ മനസ്സിലായോ? നീ എന്തേ? അല്ല, ഫോറിനേഴ്സ് ഒക്കെ വരില്ല. ഇനി ചുമ്മാ വെറുതെ ആളെ പിടിച്ച കമ്മീഷൻ 1.5% കമ്മീഷൻ കിട്ടോ? 1.5% കമ്മീഷൻ. നീ നോട്ടീസ് ഇടും, ഞാൻ കൊടുക്കണേ. കല്യാണ വീട്ടിൽ കൊടുക്കാന്ന്. എന്നാ പിടി, മൊത്തം കൊണ്ടുപോലെ 5 രൂപ അന്ന് കൊണ്ടോ? ശരി, ഓക്കെ. കല്യാണ വീട്ടിൽ കൊടുത്തേക്കണേ. കൊടുക്കാം. ആള് വന്നാ നിനക്ക് കമ്മീഷൻ ഉണ്ട്. തരണം, ഉറപ്പായിട്ടും തരും. ഈ സമയത്ത് അമ്മായി, അമ്മായിയെ, ഞാൻ വിളിക്കണോന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മളെ ഈ പോസ്റ്റർ ഇട്ടിപ്പം തിരക്കൊക്കെ ആയിട്ടെ അങ്ങനെ അങ്ങ് മുങ്ങിപ്പോയി. അതാ പിന്നെ അമ്മായി, നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. 2 മാസത്തിന് അങ്ങനെ പോട്ടെ, പിന്നെ നമുക്ക് പിടിക്കാം. പിന്നെ അമ്മായിക്ക് ഷെയറില്ലായിരിക്കും? ഷെയറുണ്ട്, അതൊരു 30%. അമ്മായിയെ കിട്ടുന്നതിന് 30% എന്ന് പറഞ്ഞാൽ തീർന്നു, പിന്നെ ബാക്കിയില്ല. 70% അവർക്ക് ഇവർക്കെല്ലാം കൂടെ പിരിച്ചു വരുമ്പോൾ ശരിയാവുമല്ലോ അത്. അല്ല അമ്മായി, സത്യം പറഞ്ഞ അമ്മായിക്ക് ഷെയർ ചെയ്യേണ്ട കേസില്ല. കാരണം ഈ വീട് അമ്മായിയുടെ ഒരു പേരുള്ളതല്ലല്ലോ. അല്ലല്ലോ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്യാം. ഓ